എഫിന്റെ പ്രചരണം എല്ലായിടത്തും വളരെ ശക്തമായി നടക്കുന്നുണ്ട്. യു ഡി എഫിന് തെരഞ്ഞെടുപ്പ് പ്രചരണം സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുമ്പോഴും എല്ലാം യു ഡി എഫിനുള്ള ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയുന്നവരും കൂടി വരികയാണ്. ആലപ്പുഴ കാര്യത്തിലൊരു സംശയത്തിന്റെ ഒന്നും അവകാശമില്ല. ആലപ്പുഴ ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി KC വേണുഗോപാലാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മറ്റ് പല കേന്ദ്രങ്ങളിലും ഒരു ഞെട്ടലാണ് ഉണ്ടായത്. അപ്പൊ അത് തന്നെ ഒരു വിജയപ്രതീക്ഷയ്ക്ക് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടുന്നതല്ലേ. ഇന്ത്യ മുന്നിൽ നിൽക്കുമ്പോൾ രാജ്യസഭാ അംഗം ഇവിടെ മത്സരിക്കണമെന്നൊരു ചോദ്യം പൊതുവെ അത് വളരെ ബോധപൂർവം CPM ഉണ്ടാക്കിയ ഒരു നെഗറ്റീവാണ്. ലോക്സഭയിലേക്കല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളവർക്കല്ലേ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഇന്ത്യ മുന്നണി കേരളത്തിലും ബംഗാളിലും ഒന്നും സഖ്യമില്ലെന്ന് നേരത്തെ തീരുമാനിച്ചു. കാരണം ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും രണ്ട് മുന്നണികൾക്ക് നേതൃത്വം നൽകുക, അവർ ആ നിലയ്ക്ക് മത്സരിക്കും. എന്നാൽ അല്ലാത്ത സ്ഥലങ്ങളിൽ പലയിടത്തും CPM-ഉമായിട്ട് CPI-യുമായിട്ട് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും ഐക്യത്തിലാണല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, അപ്പോ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു രാജ്യസഭാ അംഗം, അതും CPM കഴിഞ്ഞ വിജയിച്ച ഏക സീറ്റിൽ സ്ഥാനാർത്ഥിയായപ്പോ ഇതാ അദ്ദേഹം രാജ്യസഭാ അംഗത്വം വിട്ടുവിടെ എന്തിനാ? ഞങ്ങള് രാജ്യസഭാ അംഗങ്ങളെ മത്സരിപ്പിക്കും, MLA മത്സരിപ്പിക്കും, UDF LDF മന്ത്രിയെ മത്സരിപ്പിക്കുന്നില്ലേ? MLA മത്സരിപ്പിക്കുന്നില്ലേ? ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടാൻ ആണ് ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. KC വേണുഗോപാലിന്റെ രാജ്യസഭാ അംഗത്തെ ഓർത്ത് മാർക്സിസ്റ്റ് പാർട്ടി ദുഃഖിക്കേണ്ട. അവിടെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന ഭംഗ്യന്തരേണയുള്ള ചോദ്യമാണ് ഈ ചോദ്യം. രാജ്യസഭാ അംഗം ഇവിടെ മത്സരിക്കുന്നു, അപ്പോൾ ആ രാജ്യസഭാ സീറ്റ് BJPക്ക് പോവില്ല എന്നാ ചോദ്യം. അല്ല, അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഉറപ്പായിട്ടും വേണുഗോപാൽ ജയിക്കും. പിന്നെ എന്തിനാ? അല്ല, പരാജയപ്പെടാനാണ് മത്സരിക്കുന്നതെന്ന തോന്നലോടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ആ നെഗറ്റീവ് വന്ന് കേരളത്തിൽ വില പോവില്ല. EP ജയരാജൻ BJP സ്ഥാനാർത്ഥികളെ BJPയുടെ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറയുന്നു. EP ജയരാജൻ പറയുന്നു BJPയും പിന്നെ LDFും തമ്മിലാണ് മത്സരമെന്ന് പറയുന്നത്. അതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? EP ജയരാജന്റെ യഥാർത്ഥത്തിലുള്ള ആ പ്രസ്താവനയാണ് CPM-ഉം മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അന്തർധാരയുടെ തുറന്നുള്ള ഒരു സമ്മതമല്ലേ? കാരണം ഏത് കണ്ണുപൊട്ടലും അറിഞ്ഞൂടെ കേരളത്തിൽ ആരാ മത്സരം? UDFും LDFും. ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയ പ്രസക്തിയുമില്ല. അവർ നിൽക്കുകയാണ്, നോക്കുകയാണ്, അധികാരം ഉപയോഗിക്കുന്നു, പണം വാരി എറിയുന്നു. ഒരു മോഡി ഇവിടെ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞത് 2 അക്കമെന്നാ. 2 അക്കമായിരിക്കും, പക്ഷെ അത് 2 പൂജ്യമായിരിക്കും.